പിണറായി വിജയൻ എന്ന് പറയുന്നത് പാർട്ടിയല്ല. പിണറായി വിജയൻ പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സീനിയറായ പാർട്ടി നേതാവാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ഇവിടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ്. ഒരു കേസും പിണറായി വിജയനെതിരായിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി മറ്റേതെങ്കിലും മുഖ്യമന്ത്രിയെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞില്ലേ, അന്ന് പറഞ്ഞത് അസംബന്ധമാണെന്ന് പറയാൻ കാരണം എന്താ? പഴയ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ആളുകൾക്കും എതിരായിട്ട് കേസെങ്കിലും ഉണ്ട്. ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ പിണറായിക്കെതിരായിട്ട് ഒരു കേസും നിലവിലില്ല. ആ കേസില്ലാതെ പിണറായി എങ്ങനെ അറസ്റ്റ് ചെയ്യുമെന്ന ചോദ്യം അന്ന് തന്നെ ഞങ്ങൾ ചോദിച്ചതാണ്. അതിലൊന്നും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിന്റെ അർത്ഥം പിണറായിക്കെതിരായിട്ടുള്ള എല്ലാ പ്രചാരണ വേലയും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമായ നിലപാടിനെ രാഷ്ട്രീയമായിട്ട് നേരിടുന്നു എന്നുള്ളതാണ് കൃത്യമായ അർത്ഥം. ശരി, ആരെ ഇപ്പം ഗൂഢാലോചനയുടെ കാര്യമില്ലല്ലോ, ആലോചന തന്നെ ശരിയായില്ലേ? അദ്ദേഹം പൂർണ്ണമായിട്ട് LDF-ൽ നിന്ന് മാറിയെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചില്ലേ? ഇനി അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് പിന്നീട് വരും, മനസ്സിലാവും. ഇതിന്റെ അല്ല, അന്വേഷിക്കുന്ന ആരോപണങ്ങൾ കടമ്പില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് അന്വേഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അന്നും പറഞ്ഞത്, ഇന്നും പറഞ്ഞത്. ഇനി അന്വേഷിച്ച് പൂർത്തിയാകട്ടെ, ഒരു മാസം ഉണ്ടല്ലോ ആ അന്വേഷണത്തിന് പൂർത്തിയാക്കാൻ. നേരത്തെ ടി ശശിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ടി ശശി മാതൃകാപരമായിട്ടാണ് പെരുമാറുന്നത് എന്നതാണ്, പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ താങ്കളിപ്പോ പറയുന്നു പി ശശിക്കെതിരെയുള്ള പരാതിയും അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം തീരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പോ അതെങ്ങനെയാണ് പാർട്ടി അന്വേഷിക്കുന്നത്? അല്ല, നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ശശി. ആ ശശിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കാര്യം കൃത്യമായിട്ട് മനസ്സിലാകുന്നത് അദ്ദേഹത്തിനാണല്ലോ. അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ചു. ഞങ്ങളെ മുമ്പിൽ പാർട്ടിയുടെ അത് ഗവൺമെന്റ് തലത്തിൽ, ഞങ്ങളുടെ തലത്തിൽ വരുമ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷിക്കാനുണ്ട് അന്വേഷിക്കും, അത്രയേ ഉള്ളൂ. ഇതിലെ രാഷ്ട്രീയമായി വളരെ കൃത്യമായ മറുപടി മാഷ് നൽകി കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച മൂർത്തമായ പ്രശ്നം ADGP അജിത് കുമാർ എന്ന വ്യക്തി കേന്ദ്രീകരിച്ചാണ്. അതേക്കുറിച്ച് മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ ഇപ്പോഴും സംരക്ഷിച്ചു നിൽക്കുന്നുള്ള. ഞങ്ങൾക്ക് ADGP-യെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവുമില്ല, പാർട്ടിക്ക് ഒട്ടുമില്ല, ഗവൺമെന്റിനുമില്ല. ADGP-യെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും അവസാനത്തെ തൃശൂർ പൂര ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണത്തിന് വിധേയമാകുകയാണ്. അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വരുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ഒരു സംശയമില്ലാതെ ആവശ്യമായ നിലപാട് നടപടി ഗവൺമെന്റ് സ്വീകരിക്കും എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. അങ്ങനെ സ്വീകരിക്കണം എന്നാണ് CPM-ന്റെ അഭിപ്രായം. പൂരം എപ്പോഴാണ്? പൂരം എത്ര മുമ്പുള്ളതാ? ഇപ്പോഴാ മറ്റോ ഈ ആരോപണം വന്നതിന് ശേഷമാണോ പൂരം അന്വേഷിച്ചത്? അദ്ദേഹത്തിന്റെ അഭിപ്രായം അതന്നെ, രണ്ടഭിപ്രായമാണ്. എന്താ പാർട്ടി, രണ്ട് പാർട്ടിയല്ലേ? CPIക്ക് CPIയുടെ അഭിപ്രായമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. അല്ലല്ല, അല്ല, അത് നിങ്ങൾക്ക് എന്തോ ഒരു വാലുണ്ട് ആ ചോദ്യത്തിനൊരു വാലുണ്ട്. ആ വാലിലേക്കൊന്നും ഞാനിപ്പോൾ വരുന്നില്ല. ഉത്തരം വളരെ വ്യക്തമാണ്. ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്ന ഒരാളുടെ പേരിൽ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല.